അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി പാൻ കേക്ക് റെസിപ്പി ആയിട്ടാണ്. നേരെ വീട്ടിലേക്ക് പോകാം. എഗ്ഗ് പൊട്ടിച്ചിരുന്നു ഗൈസ്, ഒന്ന് മതിയാവും. നെക്സ്റ്റ് നമുക്ക് വേണ്ട മൈദയാണ് ഗൈസ്. അപ്പോൾ മൈദ ഇടാം. മൈദ നമുക്ക് ഇടാം ഗൈസ്. അത് നമുക്ക് അത്യാവശ്യത്തിന് ഇട്ടാൽ മതി ഗൈസ്. ഇപ്പം ഞാൻ ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. തേനിൽ നമുക്ക് അതിലിടാം. അതിലേക്ക് നമുക്ക് പഞ്ചാര ഇടാം ഗൈസ്. പിന്നെ 2 സ്പൂണാണ് ഇടുന്നത്. അത്യാവശ്യത്തിന് ഇടാം. പിന്നെ ഒരു നുള്ളു പൊടിയിട്ട് വേണം. ഒരു നുള്ളു മതി. ഇത്രയും വേണം. ഒരു മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വെള്ളമാണ് ഗൈസ്. അത് ഇങ്ങനെ അത്യാവശ്യത്തിന് ചേർത്തോണ്ട് നിൽക്കേണ്ടതാണ്. വെൽ ഗൈസ്, ഞാൻ മിക്സ് വെൽ ഗൈസ്. നന്നായി മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന്. നമുക്ക് അത്യാവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. മൈദ കുറേ വേണ്ടായിരുന്നു നമുക്ക്. അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറേ തവണ ആക്കേണ്ടി വരും. നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യാം ഗൈസ്. ഏകദേശം ഇങ്ങനത്തെ ഒരു പരിവാകുമ്പോൾ മതിയാക്കാം. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ എഗ്ഗ് ഒന്ന് ചേർത്ത് മൈദയും നന്നായി ചേർത്താൽ മതി. ഇതിലമ്മ ഒന്ന് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞങ്ങൾക്ക് ഇത്ര മതി. അതുകൊണ്ടാണ് ഞാൻ 1 എഗ്ഗ് എടുത്തത്. നന്നായി മിക്സ് ചെയ്യണം ഗൈസ്. അതിൻ്റെ ഒരു കട്ടിയല്ല, ഒരു നല്ലോണം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്താം നമുക്ക്. വേണം ഗൈസ്, നല്ലൊരു പാൻ. ഇത് നമുക്ക് ഓയിൽ ഒഴിക്കാം ഗൈസ്. ചട്ടിയിൽ കുറച്ച് ചതി, ഒരു തുള്ളി ചതി. കുറച്ച് ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം ഗൈസ്. മതിയാവും. ഇഷ്ടമുണ്ടാത്തൊരു സൈസ്. അപ്പം ഇങ്ങനെ കുമിളകൾ വരണം ഗൈസ്. ഫുള്ള് വരണം. ഇങ്ങനെ കുമിള വരണം ഗൈസ്. നമുക്ക് ഫുള്ള് ചുട്ടെടുക്കാം ഗൈസ്. ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തട്ടിക്കൂട്ട് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റബിക്ക് കൊടുക്കാം. റബി തിന്നോ. സൂപ്പർ ഗൈസ്. അപ്പം ഹണി ഇഫ് യു വാണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഒഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. തട്ടിക്കൂട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തട്ടിക്കൂട്ട് ഒരു പാൻ കേക്ക്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.